GST ടാക്സ് ഓഫീസർ അനിൽ ശങ്കറിന്റെ സ്ഥാനക്കയറ്റം വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചെന്ന റിപ്പോർട്ടർ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. അനിൽ ശങ്കറിനെതിരെ നടപടി അവസാന ഘട്ടത്തിലെന്ന് നിയമസഭയിൽ ധനമന്ത്രിയുടെ മറുപടി. നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകാതെ നേരത്തെയും പൂഴ്ത്തിയിരുന്നു. എന്നാൽ ഒരു മാസം മുമ്പ് നൽകേണ്ട മറുപടി കഴിഞ്ഞ ആഴ്ച സഭാ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. റിപ്പോർട്ടർ തുടർവാർത്തകൾക്ക് പിന്നാലെയാണ് ഭരണാനുകൂല സംഘടനയാ നേതാവായ അനിൽ ശങ്കറിനെതിരെ അന്വേഷണം ശക്തമായത്. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വൈകിയെങ്കിലും വന്നു അല്ലേ? അതെ അരുൺ, നമ്മൾ തുടർച്ചയായി വാർത്ത കൊടുത്തത് അരുണിന് ഓർമ്മയുണ്ടാകും. അതായത് GSTയിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അതായത് GST വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട പദവിയാണ്. ആ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ആകാൻ വേണ്ടി അനിൽ ശങ്കർ എന്ന നേരത്തെ ആശ്രിത നിയമനത്തിലൂടെ LD ക്ലർക്കായ ആൾ സമർപ്പിച്ച വ്യാജ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചും പാസ്സാകാത്ത വകുപ്പ് തല പരീക്ഷകളെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ തുടർ വാർത്തകളായാണ് നമ്മൾ സംപ്രേഷണം ചെയ്തത്. അതിനെ തുടർന്നായിരുന്നു നിയമസഭയിൽ ചോദ്യം വന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ മാസം 9-ാം തീയതിയായിരുന്നു നിയമസഭയിൽ ധനമന്ത്രി അത് സംബന്ധിച്ചുള്ള മറുപടി നൽകേണ്ടിയിരുന്നത്. എന്നാൽ ആ മറുപടി നൽകാതെ പൂഴ്ത്തുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ മറുപടി ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്. അതിൻ്റെ വിവരമാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞത് ഈ അനിൽ ശങ്കർ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാണ് അനധികൃതമായി സ്ഥാനക്കയറ്റം നേടിയതെന്ന്. അതായത് LD ക്ലർക്ക് മുതൽ ഇപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വരെയുള്ള 3 പദവികളും ഇതിൻ്റെ ഭാഗമായാണ് എന്ന തെളിവുകളോടുകൂടിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അതിന് പിന്നാലെ കാര്യക്ഷമമായ അന്വേഷണം നടന്നു. ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിലും ഇത് വ്യാജരേഖകൾ ഹാജരാക്കിയാണ് എന്ന കണ്ടെത്തലുമുണ്ടായി. പക്ഷേ ഇപ്പോഴും നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വരുന്ന മെയ് മാസം അനിൽ ശങ്കർ വിരമിക്കാൻ പോവുകയാണ്. അതിനു മുമ്പിൽ ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ധനമന്ത്രി വളരെ കൃത്യമായി പറയുന്നു ഇതിൽ നടപടി ഉണ്ടാകുമെന്ന്. നിയമസഭയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോലീസ് നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ടോ? കാരണം GST ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് പറ്റിച്ചത്, സർക്കാരിനെയാണ് പറ്റിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോൾ ധനമന്ത്രിയുടെ മറുപടി ഗാന്ധിനഗർ പോലീസിൽ MG സർവകലാശാല രജിസ്ട്രാർ പരാതി കൊടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശം നമ്മൾ പുറകെ വരും. മാത്രമല്ല അനിൽ ശങ്കർ മാത്രമല്ല, വേറെയും കുറച്ച് പേരുടെ വിവരങ്ങളുണ്ട്. അതും വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഏതായാലും റിപ്പോർട്ടർ വാർത്ത ധനമന്ത്രി സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു TV പ്രസാദ്. വ്യാജ സർട്ടിഫിക്കറ്റിലൂടെ GST ഓഫീസർക്ക് സ്ഥാനക്കയറ്റം നൽകിയ വാർത്തയാണ് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്തത്. അതിന്മേൽ ഇപ്പോൾ നടപടി വരുന്നു. അപ്പോൾ തീർച്ചയായും റിപ്പോർട്ടറിൻ്റെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കും എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ.